ഹായ് സ്റ്റുഡൻസ്, നമ്മളന്ന് പറഞ്ഞതുപോലെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ ക്ലാസ്സിനെ പോലെ കാണരുത്, ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷെ നമ്മളത് സ്വീകരിച്ചേ പറ്റൂ. ഓക്കെ, മറ്റ് ഇൻട്രഡക്ഷനില്ല, നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയവർക്ക് മനസ്സിലാവും, ഇൻഡെക്സ് നോക്കിയവർക്ക്. ഫസ്റ്റ് ലെസൺ ഈസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനെ കുറിച്ച് നിങ്ങൾ ലോവർ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റീപ്രൊഡക്ഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജിക്കൽ ഫിനോമിന. ജീവജാലങ്ങൾക്ക് അവയുടെ തലമുറകളെ നിലനിർത്താനും തുടർച്ചയുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനയാണ് റീപ്രൊഡക്ഷൻ. ലോവർ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. വൺ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദർ ഈസ് എൻ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടു സെക്സസ്, സെക്സ് ഓർഗൻസ്, union of gametes to form the zygote and develops into animals. But asexual reproduction, there is no involvement of two sexes, no sex organs involves. There is no union of gametes. Any one of the gametes develop into the zygote and become the animals. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്, ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഫസ്റ്റ് ഇയർ ഫിസിയോളജി ഒരുപാട് ലെസൺസ് നമ്മൾ ഫിസിയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ഫ്രം ഡൈജഷൻ അപ് ടു കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇതിലിനി ഒന്ന് ബാക്കിയുള്ളത് റീപ്രൊഡക്ഷൻ മാത്രമാണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികളെങ്കിലും ഇങ്ങനെ നെറ്റി വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിഗ്മ. അതിൻ്റെ ആവശ്യമില്ല. മറ്റ് ഫിസിയോളജിക്കൽ പ്രോസസ്സ് പോലെ മാത്രമാണ് റീപ്രൊഡക്ഷനും. പക്ഷേ അതിന് ചില ഇമോഷണൽ സോഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ള സത്യമാണ്. സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഹയർ സെക്കൻഡറിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നത്. അത് എക്സാമിനേഷന് വേണ്ടുന്ന ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ് മാത്രമല്ല, ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഇൻ ഫ്യൂച്ചർ ലൈഫ് ഓൾസോ. ഓക്കെ, ദാറ്റ് ഈസ് ആ സെൻസിൽ വേണം അതിനെ കാണാൻ പറ്റും. അങ്ങനെ നാണത്തിന് മടിയെടുക്കുന്ന ആവശ്യമില്ല. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ റിപ്രൊഡക്റ്റീവ് ഓർഗൻ, ഹൗ ഡസ് ഇറ്റ് വർക്ക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനൊരു നല്ല അവസരം കൂടിയാണ്. ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ ഓക്കെ നിങ്ങൾക്കറിയാം, ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് ഓർഗൻ വിച്ച് ഈസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. രണ്ട് സെക്സ് ഉണ്ട് നമുക്കറിയാം, മെയിൽ സെക്സ് ആസ് വെൽ എസ് ഫീമെയിൽ സെക്സ്. നമ്മൾ മെയിൽ സെക്സിനെ കുറിച്ച്, അതായത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ? എനിബഡി? യാ, ഇറ്റ് ഈസ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് ആണ് ഹ്യൂമൻ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. എത്ര ടെസ്റ്റിസ് ഉണ്ട്? എ പെയർ ഓഫ് ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസ് എവിടെയാണ് കിടക്കുന്നത്? ശരീരത്തിനകത്താണോ പുറത്താണോ? എനിബഡി? യെസ്, ഈ ടെസ്റ്റിസ് കിടക്കുന്നത് ശരീരത്തിന് വെളിയിലാണ്, രണ്ട് കാലുകൾക്കിടയിൽ ഒരു പ്രത്യേക സഞ്ചിക്കകത്താണ് ടെസ്റ്റിസ് കിടക്കുന്നത്. നമ്മളതിനെ, ടെസ്റ്റിസിന് മലയാളം എന്താ? വൃഷണം. വൃഷണം കിടക്കുന്നത് വൃഷണസഞ്ചിക്ക് അകത്താണ്. ശരീരത്തിന് വെളിയിൽ വൃഷണസഞ്ചിക്ക് അകത്താണ്. വൃഷണസഞ്ചി വിളിക്കുന്നത് സ്ക്രോട്ടം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സ്ക്രോട്ടം. സ്ക്രോട്ടം. സി ദാറ്റ് SCROTM, സ്ക്രോട്ടം എന്നാണ് വൃഷണസഞ്ചിയെ വിളിക്കുക. ഓക്കെ, പിന്നെ ടെസ്റ്റിസ് കൂടാതെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഡക്റ്റ് കാണാം. ദാറ്റ് ഈസ് എ പെയർ ഓഫ് സ്പേം ഡക്റ്റ്. ദെൻ ചില അസസറി ഗ്ലാൻഡ്സ് കൂടെ കാണാം. ഈ അസസറി ഗ്ലാൻഡ്സ് എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീട് പറയാം. പിന്നെ ഒരു മസ്കുലാർ ട്യൂബ് കാണാം. ഈ മസ്കുലാർ ട്യൂബിനെ വിളിക്കുന്ന പേര് പെനിസ് എന്നാണ്. അപ്പം എ പെയർ ഓഫ് ടെസ്റ്റിസ്, ദെൻ എ പെയർ ഓഫ് സ്പേം ഡക്റ്റ്, ദെൻ എ സിംഗിൾ പെനിസ്. ഓക്കെ, ടെസ്റ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞു ശരീരത്തിന് വെളിയിൽ സഞ്ചിക്കകത്താണ്. സ്ക്രോട്ടം എന്ന് പറഞ്ഞ സഞ്ചിക്കകത്താണ്. എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് ശരീരത്തിന് പുറത്ത് കിടക്കുന്നത്? ഇത് മാമൽസിൻ്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ്. ശരീരത്തിന് വെളിയിൽ ടെസ്റ്റിസ് കിടക്കുക എന്ന് പറയുന്നത് മാമൽസിൻ്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ്. അപൂർവം ചില മാമൽസിന് മാത്രമേ ടെസ്റ്റിസ് ശരീരത്തിനകത്തുള്ളൂ. എന്തിനാണ് ടെസ്റ്റിസ് പുറത്ത് കിടക്കുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. ടെസ്റ്റിസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പേം പ്രൊഡക്ഷനാണ്. ടെസ്റ്റിസിന് ആവശ്യത്തിന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ് എ ടെമ്പറേച്ചർ ലെസ് ദാൻ ബോഡി ടെമ്പറേച്ചർ. ഇറ്റ് നീഡ്സ് എ ടെമ്പറേച്ചർ ലെസ് ദാൻ ബോഡി ടെമ്പറേച്ചർ. ശരീര ഊഷ്മാവിനേക്കാൾ താഴ്ന്ന ഊഷ്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റിസിന് ആവശ്യത്തിന് സ്പേമിന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. സ്ക്രോട്ടത്തിൽ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടി കുറവാണ്. സ്ക്രോട്ടത്തിനകത്ത്, വൃഷണസഞ്ചിക്കകത്ത് ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് സ്ക്രോട്ടത്തിനകത്തുള്ള ടെമ്പറേച്ചർ. അതുകൊണ്ട് സ്പേംസിന് ആവശ്യത്തിന്
ടെസ്റ്റിസിന് ആവശ്യത്തിന് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് വൈ ദ ടെസ്റ്റ് ഇസ് സീൻ ഇൻസൈഡ് ദ സ്ക്രോട്ടം ഔട്ട്സൈഡ് ദ ബോഡി. എന്നാൽ വളരെ കുറച്ച് മാമൽസ് മാത്രമേ ശരീരത്തിനകത്തുള്ളൂ ടെസ്റ്റിസ്. എക്സാമ്പിൾ പറയാമോ? യെസ്, ഒന്ന് ആന, എലിഫൻറ്റ്. ഇനി എലിഫൻറ്റിനെ കാണുമ്പോൾ നോക്കണം, മെയിൽ എലിഫൻറ്റിനെ കാണുമ്പോൾ നോക്കണം ടെസ്റ്റ് ശരീരത്തിനകത്തുണ്ടോ പുറത്താണെന്നുള്ളത്. ഓക്കെ. മറ്റൊന്ന് ബാറ്റ്, ഫ്ലൈയിങ് മാമൽസ്. മറ്റൊന്ന് വെയിൽസ്, തിമിംഗലം. ഈ അനിമൽസിനാണ് ടെസ്റ്റ് ശരീരത്തിന് അകത്തുള്ളത്. ഓക്കെ. സമയം കളയുന്നില്ല, നമ്മൾ ടെസ്റ്റിസിൻ്റെ അനാറ്റമി നമുക്ക് പഠിക്കണം, ടെസ്റ്റിസിൻ്റെ ഉൾഭാഗം നമുക്ക് പഠിക്കണം. അതിന് ഈ പിക്ചർ നിങ്ങളെ സഹായിക്കും. ടെസ്റ്റിസിനെ നമ്മൾ പരിശോധിച്ച് അതിനെ മുറിച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് കുറേ അറകൾ കാണാം. ഈ അറകൾ നമ്മൾ വിളിക്കുന്നത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ്. ഓക്കെ. മൂന്നാമത്തത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്, റൈറ്റ്? ഓക്കെ. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് എന്താ കാണുക? കുറേ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്സ് കാണും, ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്സ് കാണും. ഈ ട്യൂബ്സിന് എന്താ വിളിക്കുക? ദാറ്റ് ഈസ് നമ്പർ 4, സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയും. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. നൗ ടെസ്റ്റിസ്, കുറേ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്, അതിനകത്ത് കുറേ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഒന്നിനെ എടുത്തിട്ട് അതിനെ മാഗ്നിഫൈ നോക്കിക്കഴിഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഭിത്തിയിൽ നമുക്ക് 2 തരം സെൽസ് കാണാം. ഈ 2 തരം സെൽസ് 2 തരം സെൽസ്, ഒന്ന് സ്പെർമറ്റോജീനസ് സെൽസും മറ്റൊന്ന് സെർട്ടോളി സെൽസ്. സ്പെർമറ്റോജീനസ് സെൽസ് ഫംഗ്ഷൻ എന്താണ്? ദേ പ്രൊഡ്യൂസ് സ്പേം. സെർട്ടോളി സെൽസ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ അത് വളരുന്ന ന്യൂട്രിയൻസ് കൊടുക്കലാണ്. അതുകൊണ്ട് അവയെ നേഴ്സ് സെൽ എന്നുകൂടെ പറയും. നേഴ്സുമാരുടെ ജോലി എന്താണ്? ഓക്കെ, പരിപാലിക്കുക, ന്യൂട്രിയൻസ് കൊടുക്കുക, അല്ലേ? സോ നേഴ്സ് സെൽ എന്നുകൂടെ വിളിക്കും സെർട്ടോളി സെൽസിനെ. അപ്പോൾ ഒന്നുകൂടെ, സ്പെർമറ്റോജീനസ് സെൽസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെർട്ടോളി സെൽസ് നറിഷസ് ദ ഗ്രോയിങ് സ്പേം. ഓക്കെ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഭിത്തിയിലുള്ള 2 തരം സെൽസ്. ഇതാ ഞാൻ കാണിച്ചു തരാം ഇവിടെ. ഇതാ നോക്കൂ, ഇതാണ് സ്പെർമറ്റോജീനസ് സെൽസ്. ഈ സ്പെർമറ്റോജീനസ് സെൽസ് നിന്നാണ് സ്പേം ഉണ്ടാവുക. ഈ സ്പേമിനെ തീറ്റിപ്പോറ്റുന്ന അല്ലെങ്കിൽ നറിഷ് ചെയ്യുന്ന സെല്ലുകളാണ് സെർട്ടോളി സെൽസ്. ഓക്കെ. യെസ്, അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ, ബാക്കിയുള്ള വിശദാംശങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ. ഇനി അപ്പോൾ കുറേ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്, അതിനകത്ത് കുറേ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഭിത്തിയിൽ 2 തരം സെൽസ്, സ്പെർമറ്റോജീനസ് സെൽസ്, അത് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെർട്ടോളി സെൽസ്, അത് നേഴ്സ് സെൽസുകളാണ്. ഇനി ഈ അടുത്തടുത്തിരിക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിൽ ചില പ്രത്യേകതരം സെൽസ് ഉണ്ട്. അത്തരം സെല്ലുകളെയാണ് 7ാമതായി കാണിച്ചിരിക്കുന്ന ലേഡിക് സെൽസ് എന്ന് പറയുക. എന്താ വിളിക്കുക? ലേഡിക് സെൽസ്, LEYDIG, ലേഡിക് സെൽസ്. Otherwise called interstitial cells. Leydig cells or interstitial cells. Cells between the seminiferous tubules called Leydig cells or interstitial cells. ഈ Leydig cells-ന്റെ ജോലി എന്താ? They produces a hormone. That hormone is called testosterone. That hormone is called testosterone. This testosterone, otherwise called androgen. Androgen കേട്ടിട്ടുണ്ടോ? ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ. ഈ ഹോർമോണുകൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ്. ദീസ് ഹോർമോൺ പ്രൊഡ്യൂസസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഇൻ മെയിൽ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഇൻ മെയിൽ. നിങ്ങൾ ആൺകുട്ടികളുടെ മുഖം ഓർത്ത് നോക്കിയേ. അവരുടെ മുഖത്ത് മീശയുണ്ട്, താടിയുണ്ട്, അല്ലേ? വിരിഞ്ഞ മാറിടം. ഇതൊക്കെ അവരുടെ ഒരു ആണുങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ആൺകുട്ടികൾ ആണുങ്ങളായി മാറുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുക, നിങ്ങളുടെ ബോയ്സിൻ്റെ ശരീരത്തിനകത്ത് ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി എല്ലാ സെമിനിഫറസ് ട്യൂബ്യൂൾസും അവസാനിക്കുന്നത് ഈ ഒരു മൂലക്ക് സ്പേസിലാണ്. ദി സ്പേസ് ഈസ് കോൾഡ് റെറ്റെ ടെസ്റ്റിസ്. ഓക്കെ. 8ാമത്തത് റെറ്റെ ടെസ്റ്റിസിലാണ് വന്ന് അവസാനിക്കുന്നത്. റെറ്റെ ടെസ്റ്റിസിൽ നിന്നും പിന്നീട് കുറേ പുതിയ ട്യൂബ്യൂൾസ് ടെസ്റ്റിസിന് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന ഈ പുതിയ കുഴലുകളെ വിളിക്കുന്ന പേര് 9ാമത്തെ ഭാഗം വാസ് എഫറൻഷ്യ എന്നാണ്. എഫറൻഷ്യൽ അല്ല, ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. വാസ് അല്ലെങ്കിൽ വാസ എഫറൻഷ്യ. ഓക്കെ. അപ്പം സെമിനിഫറസ് ട്യൂബ്യൂൾസ് റെറ്റെ ടെസ്റ്റിസിൽ അവസാനിക്കും. അവിടെ നിന്ന് പുറത്തേക്ക് ചെറിയ കുഴൽ വഴി പുറത്തേക്ക് വരും. ദിസ് ട്യൂബ്സ് ആർ കോൾഡ് വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ ടെസ്റ്റിസിന് വെളിയിൽ ഒരു കൂട്ടമായി നിൽക്കും. ഈ ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എപ്പിഡൈഡിമിസ്. ഇത് അവിടെ കാണുന്നത് 10ാമത്തത് എപ്പിഡൈഡിമിസ്.
എപ്പിഡൈഡിമിസ്. എന്താണ് എപ്പിഡൈഡിമിസിൻ്റെ ജോലി? ഈ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസിനെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുക. ടെമ്പററി സ്റ്റോറേജ് ഓഫ് ദ സ്പേംസ്, ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് എപ്പിഡൈഡിമിസ്. ടെമ്പററി സ്റ്റോറേജ് ഓഫ് ദ സ്പേംസ്. ഓക്കെ, അതിനുശേഷം എപ്പിഡൈഡിമിസിൽ നിന്നും ഒരു സിംഗിൾ ട്യൂബ് പുറത്തേക്ക് വരും. ഇതവിടെ കാണാം, സിംഗിൾ ട്യൂബ് പുറത്തേക്ക് വരും. ഈ സിംഗിൾ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് 11ാമത്തത് വാസ ഡെഫറൻഷ്യ അല്ലെങ്കിൽ സ്പേം ഡക്റ്റ്. വാസ ഡെഫറൻഷ്യ അല്ലെങ്കിൽ സ്പേം ഡക്റ്റ്. അപ്പോൾ എപ്പിഡൈഡിമിസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സിംഗിൾ ട്യൂബ്, ദാറ്റ് സിംഗിൾ ട്യൂബ് ഈസ് കോൾഡ് സ്പേം ഡക്റ്റ്. ഈ സ്പേം ഡക്റ്റ് പിന്നീട് സ്ക്രോട്ടത്തിൽ നിന്ന് നേരെ ശരീരത്തിൻ്റെ അകത്തേക്ക് പോകും. ഓക്കെ, ശരീരത്തിനകത്തേക്ക് പോകും. ഇത്രയും സ്ട്രക്ചർ പഠിച്ചല്ലോ. ടെസ്റ്റിസ്, സ്ക്രോട്ടം, ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്, സ്പെർമറ്റോഗോണിയൽ സെൽസ്, ലേഡിക് സെൽസ്, സെർട്ടോളി സെൽസ്, ലേഡിക് സെൽസ്, റെക്ടേ, ടെസ്റ്റിസ്, വാസ ഡെഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ ഡെഫറൻഷ്യ അല്ലെങ്കിൽ സ്പേം ഡക്റ്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി തിങ്സ്. ഓക്കെ, അതിൻ്റെ തന്നെ മറ്റൊരു പിക്ചറാണ് ഇതിനകത്ത്, കുറച്ചും കൂടെ മറ്റൊരു നീറ്റായിട്ട് പിക്ചറാണ്. കുറേ ടെസ്റ്റിസിൻ്റെ ഉൾഭാഗത്തിലെ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്, പിന്നെ റെക്ടേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, വാസ ഡെഫറൻഷ്യ, ദെൻ സ്പേം ഡക്റ്റ്. ഓക്കെ, അത് തന്നെയാണ് പിക്ചർ, ബട്ട് ഡിഫറെൻറ്റ് ചിത്രം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സംഗതി. ഓക്കെ, ഇനി നോക്കൂ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സാണ്. 2 ടെസ്റ്റിസ് കാണാം അല്ലേ? ആ 2 ടെസ്റ്റിസിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പുറത്തേക്ക് വരുന്ന കുഴൽ, ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? സ്പേം ഡക്റ്റ് ഓർ വാസ് ഡെഫറൻസ്. ഇത് ശരീരത്തിനകത്തേക്ക് കടന്നിട്ട് ശരീരത്തിൻ്റെ അകത്തേക്ക് പോയിട്ട് ഈ കാണിച്ചിരിക്കുന്ന യൂറിനറി ബ്ലാഡറാണ്. ഇത് യൂറിനറി ബ്ലാഡറിന് മുമ്പിൽ വെച്ചിട്ട് ഈ 2 സ്പേം ഡക്റ്റും യോജിക്കും. യോജിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഈ യൂറിനറി ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് ഇയർ. ദാറ്റ് ഈസ് യൂറിത്ര എന്ന് പറയും. യൂറിത്രയുമായിട്ട് ജോയിൻ ചെയ്യും. യൂറിത്രയുമായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇറ്റ് ഈസ് കോൾഡ് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ്. യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് എന്നൂടെ പറയാം. 2 സ്പേം ഡക്റ്റും യൂറിനറി ബ്ലാഡറിന് മുമ്പിൽ വെച്ച് യോജിക്കുന്നു. യോജിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നീട് യൂറിനറി ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലായിട്ടുള്ള യൂറിത്രയുമായി യോജിച്ച് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് നേരെ ഇവിടെയുള്ള തടിച്ച ഒരു മസ്കുലാർ ട്യൂബുണ്ട്, പെനിസ് എന്ന് പറയുന്ന ട്യൂബ് വഴി പുറത്തേക്ക് തുറക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് ഇതുവഴി സ്പേം ഡക്റ്റ് വഴി ഇങ്ങനെ വന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് വഴി പെനിസ് വഴി പുറത്തേക്ക് പോകും. ഇതേ പെനിസ് വഴി തന്നെയാണ് യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ, മൂത്രവും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിലെ യൂറിനും സ്പേമും പുറത്തേക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് പെനിസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ട്യൂബിൻ്റെ വശങ്ങളിലൊക്കെ ആയിട്ട് 3 ഗ്ലാൻഡുകൾ കൂടെ നമ്മൾ പഠിക്കണം. മെയിലിൽ 3 റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട 3 ഗ്ലാൻഡ്. ആ 3 ഗ്ലാൻഡുകൾ വിളിക്കുന്ന പേര് ആക്സസറി ഗ്ലാൻഡ്സ് എന്നാണ് വിളിക്കുക. 3 ഗ്ലാൻഡുകളാണുള്ളത്. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, കോപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, കോപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇതിൽ സെമിനൽ വെസിക്കിൾസ് എവിടെ ചിത്രത്തിൽ ഇതാ ഈ 2 സ്പേം ഡക്റ്റും യോജിക്കുന്നതിന് മുമ്പ് ഇവിടെയാണ് കാണുന്നത് സെമിനൽ വെസിക്കിൾസ്. ഈ ഐക്കൺ പോയിരിക്കുന്ന ഭാഗമുണ്ട്, അവിടെയാണ് സെമിനൽ വെസിക്കിൾസ് ഉള്ളത് 2 ഈ രണ്ടാമത്തെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എവിടെ? തൊട്ട് താഴെ, യൂറിനറി ബ്ലാഡറിന് തൊട്ട് താഴെ കാണുന്ന ഈ ട്യൂബാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അതും തുറക്കുന്ന ഈ ട്യൂബിനകത്തേക്കാണ്. 3ാമത്തെ കോപ്പേഴ്സ് ഗ്ലാൻഡ് തൊട്ട് താഴെ, പെനിസിന് തൊട്ട് മുമ്പിലായിട്ടാണ് കോപ്പേഴ്സ് ഗ്ലാൻഡ് കാണുന്നത്. ഓക്കെ, ഈ 3 ഗ്ലാൻഡും സെക്രീഷൻസ് ഉണ്ടാക്കും. ഈ സെക്രീഷൻസിനെ വിളിക്കുന്ന പേരാണ് സെമൻ എന്നാണ് വിളിക്കുക. സെമിനൽ വെസിക്കിൾസും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും കോപ്പേഴ്സ് ഗ്ലാൻഡും ഉണ്ടാക്കുന്ന സെക്രീഷൻസിനെ സെമൻ എന്നാണ് വിളിക്കുക. നോക്കി, സെമൻ ഉണ്ടാക്കുന്ന സെമനിലുള്ള ഫ്ലൂയിഡിനെ സെമിനൽ പ്ലാസ്മ എന്ന് പറയും. ആ പ്ലാസ്മക്കകത്ത് എന്തൊക്കെയുണ്ട്? മ്യൂക്കസ് ഉണ്ട്, ഫ്രക്ടോസ് എന്ന് പറഞ്ഞ പഞ്ചസാരയുണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽസ് ഉണ്ട്, പിന്നെ പല മിനറൽസ് ഉണ്ട്. ഇതിൻ്റെ ഈ ഫ്ലൂയിഡിൻ്റെ pH എന്താ? pH ആൽക്കലൈൻ pH ആണ്. ഈ സെമൻ്റെ പ്രത്യേകത എന്താ? സെമൻ എന്ന് പറയുന്ന മീഡിയത്തിലാണ് സ്പേം കാണുക. ആ സ്പേമിന് സെമനിൽ 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ, ഏകദേശം 3 days വരെ വേണമെങ്കിൽ അതിന് ജീവിക്കാൻ പറ്റും. അങ്ങനെ സ്പേമിന് ജീവിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് മീഡിയമാണ് സെമൻ. ഈ സെമൻ ഉൽപ്പാദിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ 3 ഗ്ലാൻഡുകളാണ്. ഓക്കെ, ഇതിൽ സെമിനൽ വെസിക്കിൾസ് പ്രൊഡ്യൂസസ് മ്യൂക്കസ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഫ്രക്ടോസ് ആൻഡ് പ്രോസ്റ്റഗ്ലാൻഡിൻ, പിന്നെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് മ്യൂക്കസ് ആൻഡ് ആൽക്കലൈൻ pH. ഓക്കെ,
പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് പെനിസ് എന്ന് പറയുന്ന മസ്കുലാർ ട്യൂബിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പെനിസ് എന്ന് പറയുന്നത് വെറും മസ്കുലാർ ട്യൂബാണ്. ഈ മസ്കുലാർ ട്യൂബ് ഇതിനകത്ത് ബോണൊന്നുമില്ല, വെറും മസിൽസ് കൊണ്ടുള്ള ട്യൂബാണ്. ഈ ട്യൂബിൻ്റെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ തടിച്ചിരിക്കും. തടിച്ചിരിക്കുന്ന പോർഷൻസിനെ നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. ഈ ഗ്ലാൻസ് പെനിസിന് പൊതുവെ ഒരു ലൂസ് സ്കിൻ ഉണ്ട്. ആ ലൂസ് സ്കിന്നെ വിളിക്കുന്നവർ ഫോർ സ്കിൻ എന്ന് പറയും. ഫോർ സ്കിൻ. ഈ ഫോർ സ്കിൻ ഗ്ലാൻസ് പെനിസിനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂബാണ്. ഓക്കെ, ഈ ഗ്ലാൻസ് പെനിസ് എന്ന് പറഞ്ഞ ഈ അറ്റം, ഈ ബൾബ് പോലത്തെ ഭാഗം, ഇത് ഭയങ്കര സെൻസിറ്റീവ് പാർട്ടാണ്. ഇത് പുരുഷന്മാരിൽ സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാക്കാൻ കാരണമാകും. സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാകുമ്പോൾ പെനിസ് വലുതാവും, എൻലാർജ്ഡ് ആവും. ഓക്കെ, അങ്ങനെ എൻലാർജ്ഡ് ആകുമ്പോൾ ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിരിക്കുന്ന ഈ ഫോർ സ്കിൻ, ലൂസ് ആയിട്ടുള്ള സ്കിന്ന് പിറകിലോട്ടേക്ക് നീങ്ങും. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ഓർഗനാണ് പെനിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് organ. Okay, any doubt you can ask.